ലൈംഗിക അതിക്രമ കേസുകളിൽ കുടുങ്ങിയ കൊല്ലം എം.എൽ.എ. എം മുകേഷിനെ സംരക്ഷിച്ച് CPM. മുകേഷ് എം.എൽ.എ. സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തനിക്കെതിരെ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അതിനുള്ള തെളിവുകൾ പക്കലുണ്ട് എന്നുമുള്ള മുകേഷിന്റെ വാദങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാന സമിതി യോഗത്തിലും പാർട്ടി ഒന്നടങ്കം മുകേഷിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേസുമായി മുകേഷ് മുന്നോട്ടു പോകുമെന്നും പറയുന്നുണ്ട്. അതേസമയം മുകേഷ് രാജിവെക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ LDF ഭിന്നത ഇപ്പോഴും തുടരുകയാണ്. മുകേഷ് MLA സ്ഥാനം ഒഴിയണമെന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ് CPM-ലെയും CPIM-ലെയും ദേശീയ നേതാക്കൾ. അതേസമയം ഇരു ഘടകകക്ഷികളിലെയും സംസ്ഥാന നേതാക്കൾ മുകേഷിനെ അനുകൂല നിലപാടാണ് എടുത്തിരിക്കുന്നത്. നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പാണ് മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത്. മരട് പോലീസാണ് കേസ് എടുത്തിരുന്നത്. കഴിഞ്ഞ 26-ാം തീയതിയാണ് നടി മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ 7 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. പിന്നീട് നടി ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ഇക്കാര്യങ്ങൾ നടക്കുമ്പോൾ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമാണെന്നുമാണ് മുകേഷ് പറയുന്നത്. തനിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ല എന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നത്. നടി അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തോട് സഹകരിക്കാതെയുള്ള നിലപാടാണ് മുകേഷ് MLA-യുടേത്. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും കൊച്ചി മരടിലെ വില്ലയുടെ താക്കോൽ മുകേഷ് കൈമാറിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ട് വില്ലയിൽ എത്തിയെങ്കിലും പരിശോധന നടത്താനാകാതെ അന്വേഷണ സംഘം മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. എന്നാൽ കോടതിയിലെത്തിയാൽ കേസ് തന്നെ ഇല്ലാതാക്കാനുള്ള സാധ്യത അടക്കം CPM-ന് മുന്നിൽ കാണുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴാണ് CPM-ലെ വലിയ രീതിയിലുള്ള ഭിന്നതയും തുടരുന്നത്. ഒരു പക്ഷം പറയുന്നത് മുകേഷ് രാജിവെക്കണമെന്നാണ്. സെക്രട്ടേറിയറ്റ് യോഗത്തിലെ തീരുമാനത്തിന് പിന്നാലെ EP ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ മുകേഷിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. എന്നാൽ മുകേഷിന്റെ ലൈംഗിക ആരോപണ പരാതിയിൽ കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ചെറിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടന്നിരുന്നു. മുകേഷ് രാജിവെക്കണമെന്നാണ് കൊല്ലത്തുകാരുടെ ആവശ്യമെന്ന് പറയുന്നത്. മുകേഷിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത്. രാജി മാത്രം വെച്ചാൽ പോരാ, ശിക്ഷ അനുഭവിക്കണമെന്നും പാർട്ടിയിലെ നേതാക്കൾ പറയുന്നുണ്ട്. ഇതിനിടെയായിരുന്നു മുകേഷ് ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ എന്ത് തന്നെയായാലും പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് അവസാനം മുകേഷ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പാർട്ടി എടുത്ത തീരുമാനമാണ് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ തുടരാമെന്നും പറയുന്നുണ്ട്. പക്ഷേ പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്: യാതൊരു തരത്തിലുള്ള പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ് നിർദ്ദേശമുള്ളത്.